നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പേടിച്ചിട്ടാണെങ്കിലും നമ്മളും ദൂരെ മാറി നിന്നില്ലേ? ഇനി അതിനെ കുറിച്ചൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. തൽക്കാലം ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും വല്ല ജോലിക്ക് പോവാൻ പോവാ. നിനക്ക് പിന്നെ നിങ്ങളുടെ കമ്പനി തന്നെ എന്തെങ്കിലും ജോലി നോക്കാമല്ലോ. എത്ര വലിയ അവസരമോ കുട്ടി നഷ്ടപ്പെടുത്തിയത്. ഇനി പറഞ്ഞിട്ടെന്താ, കുട്ടിക്ക് യോഗമില്ല, അതാ കാര്യം. ഇത്തവണ പോയത് പോട്ടെ, ഇനിയും സമയം ബാക്കിയുണ്ട്. അടുത്ത തവണ എന്തായാലും എഴുതണം. ഒരു ദിവസം ഈ വേഷത്തിൽ കാണാൻ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കാലം എത്രയായിന്നറിയോ? അതെന്റെ സ്വപ്നമല്ല. സ്വപ്നം ഉറക്കം ഉണരുമ്പോൾ നമ്മളെ വിട്ടു പോകും. പക്ഷേ ഇതെന്റെ ജീവിത ലക്ഷ്യമാണ്. എന്റെ മകനും കുടുംബത്തിനും വേണ്ടിയാ ഞാൻ ജീവിച്ചത്. ഈ ത്യാഗം ചെയ്യേണ്ടതും എന്റെ കടമയാ. ഒരിടത്തും തോറ്റുപോകരുത്. നിനക്ക് IPS കിട്ടിയിരിക്കണം. അമ്മയ്ക്ക് ഞാൻ വാക്ക് തരുന്നു, ഞാനത് നേടിയെടുത്തിരിക്കും. എനിക്കെല്ലാ കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്. എന്നാലും പെൺകുഞ്ഞുങ്ങളോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ടെന്ന് മാത്രം. അച്ഛന്മാർക്കല്ലെങ്കിലും അങ്ങനെയാ. പെൺമക്കളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവരെന്തും ചെയ്യും. പെൺമക്കളും തിരിച്ചു അങ്ങനെ തന്നെയല്ലേ? തൻ്റെ കാര്യം തന്നെ എടുത്താൽ മതിയല്ലോ. അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയല്ലേ താൻ ഈ IPSന് വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾ മുഴുവൻ സഹിക്കുന്നത്. വിഷമിക്കാതെ തന്നെ പോലൊരു സുന്ദരി കുട്ടിയെ താൻ എനിക്ക് പ്രസവിച്ചു തന്നാൽ മതി. അതാവുമ്പോ താൻ തൻ്റെ അച്ഛന് കൊടുക്കുന്ന സ്നേഹം അവൾ എനിക്കും തരുമല്ലോ. IPS എഴുതാൻ കഴിയാത്തതിൽ എനിക്ക് വലിയ നഷ്ടബോധമുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ വലുത് എനിക്ക് വേണ്ടി ജയിലിൽ പോയ അമ്മയ്ക്ക് ഒരു പേരക്കുട്ടിയെ കൊടുക്കുക എന്നുള്ളതാ. അതിനുവേണ്ടി ഞാൻ എൻ്റെ എല്ലാ സ്വപ്നവും ത്യജിക്കും. ആഗ്രഹങ്ങളെല്ലാം
എല്ലാം മാറ്റിവെക്കും. എന്റെ രൂപേഷ് ഏട്ടനോടും കുട്ടികളോടും ഒപ്പം ജീവിക്കുന്നതിനേക്കാൾ വലിയ ഒരു സന്തോഷം എനിക്കില്ല. എല്ലാവർക്കും മുൻപിൽ തെറ്റുകാരിയായി നിൽക്കേണ്ടി വന്നാലും ഇപ്പൊ എനിക്ക് ഈ ഒരു തീരുമാനം മാത്രമേ എടുക്കാൻ പറ്റൂ. എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കും. എന്നാലും IPS കാരിയായി ജീവിക്കുന്നതിനേക്കാൾ എന്റെ രൂപേഷ് ഏട്ടന്റെ ഭാര്യയായി ജീവിക്കുന്നത് എനിക്കിഷ്ടം. എനിക്കൊരു ജീവിതം തന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കണം. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് നൽകണം. അതിനിടയിൽ ഞാൻ മരിച്ചു പോയാലും എനിക്കതിൽ സന്തോഷമുള്ളൂ. പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴേക്കും ദർശനയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കണം. വരുന്ന വഴിക്ക് കുറെ ഛർദ്ദിച്ചതല്ലേ, നല്ല ക്ഷീണം കാണും. അല്ല ബോസേ, ഞാൻ പോയി എന്തെങ്കിലും പാഴ്സൽ വാങ്ങിക്കൊണ്ടു വന്നാല? പാഴ്സൽ ഇവിടെ ഇരുന്ന് കഴിക്കാനോ? അതൊന്നും പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, നീ പോയി ലൈറ്റായിട്ട് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് പോകുന്ന വഴിക്ക് ദർശനയ്ക്ക് കാര്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കാം. അല്ല, എന്തെങ്കിലും ജ്യൂസ് വാങ്ങിച്ചാല? അതാവുമ്പോ പാഴ്സൽ വാങ്ങാൻ എളുപ്പമാണ്. പരീക്ഷ എഴുതി ക്ഷീണിച്ചു വരുമ്പോ ഒരു ജ്യൂസ് കുടിച്ചാൽ ക്ഷീണം മാറും. അത് കൊള്ളാം, ജ്യൂസ് മതി. അല്ല, ദർശനയ്ക്ക് ഏത് ജ്യൂസാ ഇഷ്ടം? അവക്ക് എല്ലാ ജ്യൂസും ഇഷ്ടമാണ്. എന്നാലും ഏറ്റവും ഇഷ്ടം അവക്കാടെ ജ്യൂസാ. അത് വാങ്ങിച്ചാ മതി. എന്നാ ഞാൻ ഇപ്പൊ തന്നെ പോയി വാങ്ങിയാല? വേണ്ട, ഒരു 10 മിനിറ്റൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇല്ലെങ്കിലേ ജ്യൂസ് തണുത്തു. ഓ, അപ്പോ ബോസിന് ഏത് ജ്യൂസാ വേണ്ടത്? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ജ്യൂസ് തന്നെ മതി. നിനക്കിഷ്ടമുള്ള ജ്യൂസ് നീ വാങ്ങിച്ചു കുടിച്ചോ. അല്ല ബോസേ, എനിക്കൊരു സംശയം. എന്ത് സംശയം? ദർശനയ്ക്ക് IPS കിട്ടിക്കഴിഞ്ഞാ 1 വർഷത്തെ ട്രെയിനിങ് ഉണ്ടാവും. അത് മസൂരിയിലോ ഹൈദരാബാദിലോ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. അല്ല, അത് നിനക്കെങ്ങനെ അറിയാം? അന്ന് അരുൺ സാറ് പറഞ്ഞ കാര്യം ദർശനല്ലേ നമ്മളോട് പറഞ്ഞത്. ബോസ് അത് മറന്നുപോയോ? അത് അല്ല, നീ പറഞ്ഞത് ശരിയാ. അതൊരു പ്രശ്നം തന്നെയാ. 1 വർഷമൊക്കെ ദർശനെ കാണാതെ ജീവിക്കാന്ന് പറഞ്ഞാ അത് സഹിക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം ബോസേ. എന്ത് കാര്യം? ദർശനയോടൊപ്പം ബോസും കൂടെ പോണം. എന്തിന്? IPS ട്രെയിനിങ്ങിനോ? എടാ, അതിന് എനിക്കല്ലല്ലോ IPS കിട്ടാൻ പോകുന്നത്. ഓ, അതല്ല. ട്രെയിനിങ് നടക്കുന്നതിന് തൊട്ടടുത്ത് എവിടെയെങ്കിലും വാടകയ്ക്കൊരു വീടെടുത്താ ബോസ് താമസിക്കാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് തമ്മിൽ കാണാം. അതുകൊള്ളാം, നിനക്കപ്പോ ബുദ്ധിയൊക്കെ ഉണ്ട്. ഒന്ന് പോടണം. എന്തായാലും ഈ കാര്യം അമ്മയോടും കൂടി ഒന്ന് അവതരിപ്പിക്കണം. അമ്മ സമ്മതിക്കും. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജീവിക്കുന്നത് കാണാനല്ലേ അമ്മയ്ക്കിഷ്ടം. അതിപ്പോ ഇവിടെ ആയാലും ട്രെയിനിങ്ങിന് പോകുന്ന സ്ഥലത്തായാലും ദർശനയുടെ കൂടെ ബോസ് ഉള്ളതാണ് നല്ലത്. വേണമെങ്കിലും സഹായത്തിന് ഞാനും കൂടെ വരാം. ഓ വേണ്ട, നിന്റെ സേവനം മരുവത്തൂരിൽ മാത്രമേ ആവശ്യമുള്ളൂ. ട്രെയിനിങ്ങിന് പോകുന്നിടത്ത് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ദർശനയുടെ കൂടെ പൊയ്ക്കോളാം. തൽക്കാലം നീ പോയി ജ്യൂസ് വാങ്ങിച്ചോണ്ടോ. ഇതാ പണ്ടുള്ളവര് പറയണത്, പാലം കടക്കോളം നാരായണ, അത് കഴിഞ്ഞാ പിന്നെ കൂരായണ. ബുദ്ധി പറഞ്ഞെന്ന് ഞാൻ ഇപ്പൊ ഔട്ട്. ഇനി ഇതുപോലത്തെ ഒരു ബുദ്ധി ഞാൻ പറയൂല. പോയി ജ്യൂസ് വാങ്ങിച്ചോണ്ടോടാ. പോടാ. ട്രെയിനിങ്ങിന് പോകുന്ന സ്ഥലത്ത് ഞാനും ദർശനയും മാത്രം. എന്തായിരിക്കും ഇപ്പൊ കോളേജിലെ അവസ്ഥ? ആരാ നിങ്ങളെ ആക്രമിച്ചേ?
നിനക്കറിയാം, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാനേ പോയിട്ടില്ല. നമ്മളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആദ്യേ അവന്മാര് പിടിച്ചു. എന്നിട്ട് ആവശ്യത്തിന് തല്ലും കൊടുത്തു. അവനിപ്പോ ഹോസ്പിറ്റലാണെന്നോ കേട്ട്. നമുക്ക് പോലീസിൽ പോയി കീഴടങ്ങിയാലോ? എന്തിന്? അതിന് നമ്മളൊന്നും ചെയ്തില്ലല്ലോ. എന്നാലും കൂട്ടത്തിൽ നിന്ന് ബഹളം വെച്ചില്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു നമ്മൾ അറിഞ്ഞോ? നമ്മൾ കരുതിയത് അതൊരു സാധാ തമാശ മാത്രമാണെന്നല്ലേ. പക്ഷെ കളിച്ച് കളിച്ച് കളി കാര്യമായി. പോലീസ് നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമോ? വരില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. കോളേജിൽ നിന്ന് നമ്മുടെ അഡ്രസ് കിട്ടില്ലേ, ചിലപ്പോ വന്നേക്കാം. എന്ത് നേരിടാൻ തയ്യാറായി വേണം നമ്മൾ ഇരിക്കാൻ.